ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് കട്ട് ബ്ലൗസ് കാണിക്കാൻ പോവാണ് കേട്ടോ. സ്ട്രെയിറ്റ് കട്ട് പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ്. ഈ ക്രോസ് അല്ലാതെ സ്ട്രെയിറ്റ് കട്ട് തയ്ക്കൂലേ എന്ന് ചോദിച്ചതാണ്. ഞാനൊരു സ്ട്രെയിറ്റ് കട്ട് തയ്ക്കുകയാണ്. അത് ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് സാധാ കട്ടിന്, ക്രോസ് കട്ടിനേക്കാളും ഈ സാധാ കട്ടിന്. അതെന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക. കൈയാണ് നമ്മൾ ആദ്യം എടുക്കണം. വണ്ണമൊക്കെ നമ്മൾ സാധാരണ ക്രോസ് കട്ടിന് എടുക്കും പോലെ തന്നെ ഇടുപ്പ് വണ്ണത്തിൻ്റെ 1/4 അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത്, ഇതിപ്പോൾ ഞാൻ 36 ഇഞ്ചിൻ്റെ ഒരു ബ്ലൗസാണ് തയ്ക്കുന്നത്. 36 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ളൊരു ബ്ലൗസ്. അതിൻ്റെ കൈ നീളമാണ് എടുക്കുന്നത് 6 ഇഞ്ച്. 5 ഇഞ്ചൊക്കെ മതി, അതുകൊണ്ട് 6 ഇഞ്ച് മതി. ഇത് മടക്കി തയ്ക്കുന്നതല്ല, കരയാണ്. പിന്നെ ഇത് 3 ഇഞ്ചാണ് കൈക്കുഴി. ചെറിയ കൈ മതി, അതുകൊണ്ടാണ് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടിയത്. ഇത് അവിടെ നിന്ന് ക്രോസ് ആയിട്ടൊരു വര വരയ്ക്കുക. എന്നിട്ട് അപ്പുറം അപ്പുറവും ചെറിയ 2 ഷേപ്പ് കൊടുക്കുക. 2 ഇഞ്ച് വിട്ടിലാണ് നമ്മൾ ഷേപ്പ്, മേളത്തെ ഷേപ്പ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മധ്യഭാഗത്തായിട്ട് താഴത്തെ ഷേപ്പും കൊടുക്കണം. പലരും പല ഷേപ്പിലാണ് കൈ വെട്ടിയെടുക്കുന്നത്, പക്ഷേ ഞാൻ വെട്ടുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കയറി നോക്കുക. ധാരാളം ബ്ലൗസിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. കൈ വെട്ടി ഇനി നമുക്കിതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതിൻ്റെ 36 ഇഞ്ച് വണ്ണം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ 1/4 9ൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടി 12 ഇഞ്ചാണ് വണ്ണം എടുക്കണം. ഇതിനൊരു 17 ഇഞ്ച് നമ്മൾ ഇറക്കം എടുക്കുന്നുണ്ട്. ഒരു തയ്ച്ച് വരപ്പം 16.5 വേണം, അതുകൊണ്ടാണ് 17 ഇഞ്ച് ഇറക്കം എടുക്കുന്നത്. 3 ഇഞ്ച് ചേർത്താണ് വണ്ണം എടുക്കുന്നത്. നമ്മൾ വണ്ണം 12 ഇഞ്ച്, 9 + 3 12 ഇഞ്ച് വണ്ണത്തിലാണ് വെട്ടുന്നത്. ഇനി നമ്മൾ വിട്ട് ഷോൾഡർ 5 ഇഞ്ച് തന്നെയാണ് ഇതിന് ഷോൾഡർ എടുക്കുന്നത്. ഷോൾഡർ കൂടരുത്. പിന്നെ ഇതിൻ്റെ വിട്ട് നമുക്ക് 2.5 എടുക്കാം, കുഴപ്പമില്ല. ഇത് സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് 2.5 ഇഞ്ച് വിട്ടിൽ നമുക്ക് കഴുത്ത് വെട്ടാം. 2.5 ഇഞ്ച് വിട്ടിലാണ് കഴുത്ത് വെട്ടുന്നത് കേട്ടോ. ബാക്കാണ് ഇത് 11 ഇഞ്ച് ബാക്ക് ഇറക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 2.5 ഇഞ്ച് വിട്ടിൽ 11 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഇറക്കുന്നത്. 11 ഇഞ്ച് ആകുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ബാക്ക് ഇറങ്ങി നിൽക്കുന്നത്. പക്ഷെ അത്രയും ഇറങ്ങിയാലും നമ്മളെ കഴുത്ത് ലൂസ് ആവരുത്. അതുപോലെ ഇത് 3 ഇഞ്ച് വിട്ടിലാണ് എടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടെടുക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അത് ധൈര്യപൂർവ്വം 3 ഇഞ്ച് അകലമൊക്കെ നമ്മൾ വെട്ടുമ്പം തന്നെ എടുക്കുന്നത്. ഇതിപ്പം വെട്ടി തയ്ച്ച് വരുമ്പോൾ 3.5 ആവും കേട്ടോ. 3.25 3.5 അടുത്താവും. മേളിൽ 2.5 താഴെ 3 ഇഞ്ച് അങ്ങനെയാണ് ഇപ്പോൾ എടുത്ത്. മേളിൽ 2.5 എന്നുള്ളത് തയ്ച്ച് വരുമ്പോൾ ഏകദേശം 3 ഇഞ്ചിൻ്റെ അടുത്ത് പോവും. അതുപോലെ താഴെ അതുപോലെ 3.5 അടുത്ത് പോവും. സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ആം ഹോൾ 6 എടുക്കാവൂ, അതിലൊരു മാറ്റവും ഇല്ല. 6 ഇഞ്ച് ആം ഹോളിൽ തന്നെ നമ്മൾ വെട്ടണം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ തയ്യൽ തുമ്പ് ഇടാത്തതെന്ന്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഈ അളവ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ അളവ്, എല്ലാ അളവ് പറയുന്നതും തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ 2-3 അളവ് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. കൈക്കുഴി 1 ഇഞ്ച് തന്നെ, പിന്നെ അവിടെ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടും 3 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടും എടുത്താണ് നമ്മൾ ഷേപ്പ് ആക്കി വയ്ക്കുന്നത്. ഞാൻ ഈ അളവുകളെല്ലാം പറയുന്നതും, എല്ലാ അളവും, കഴുത്തിൻ്റെ എല്ലാ അളവ് പറയുന്നതും തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ്. അല്ല നിങ്ങളിത് വെട്ടിയിട്ട് ഇനി ഇതിൻ്റെ കൂടെ വേറെ തയ്യൽ തുമ്പ് ചേർക്കണ്ട. ഇതേ അളവിൽ തന്നെ വെട്ടുകയാണെങ്കിൽ ഇതേ അളവിൽ തന്നെ വെട്ടി തയ്ക്കുക. ഒരു തയ്യൽ തുമ്പും വേണ്ട. തയ്യൽ തുമ്പ് ചേർത്താണ് ഞാൻ ഈ അളവുകളെല്ലാം പറയുന്നത്.
പിന്നെ തയ്യൽ തുമ്പ് ഞാൻ പ്രത്യേകിച്ച് വരച്ച് കാണിക്കാത്തത്, എല്ലാവർക്കും ഒരുപാട് വരയും കുറിയൊക്കെ ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വര വരയ്ക്കാത്തത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെന്ത് തയ്യൽ തുമ്പില്ലാത്തത്, ഡോട്ടിന് മാർക്കില്ലാത്ത എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ബ്ലൗസിൻ്റെ പ്രത്യേകത. ഇതാ നമ്മൾ ഫ്രണ്ട് വെട്ടാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ എടുത്തു വെച്ച് താഴെ 1 ഇഞ്ച് വിടണം കേട്ടോ. 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ അവിടെ ഫ്രണ്ട് നമ്മളെ കട്ടിങ്ങിന് തയ്യൽ തുമ്പ് എല്ലാത്തിനും കൂടെ ചേർത്താണ് നമ്മൾ 1 ഇഞ്ച് വിടുന്നത്. എന്നിട്ട് നമ്മൾ അതുപോലെ വെച്ച് മാർക്ക് ചെയ്യുന്നു. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തയ്യൽ തുമ്പ് വേണ്ടേന്ന്. എല്ലാത്തിനും തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഈ അളവുകൾ പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ പിന്നീട് ഒരു തയ്യൽ തുമ്പ് ഇതിൽ ഞാൻ വേറെ വെക്കാറില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ബ്ലൗസുകളാണ്. 2.5 ഇഞ്ച് നമ്മൾ മേളിൽ ബാക്കിലെടുത്ത പോലെ എടുക്കണം. കഴുത്ത് 6 ഇഞ്ച് 6 ഇഞ്ചിൽ വെട്ടുക. പിന്നെ അതുപോലെ താഴത്തെ വിട്ട് 2 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. വേണമെന്നുള്ളവർക്ക് 2.5 എടുക്കാം. പക്ഷേ നിങ്ങൾ വെട്ടുമ്പോൾ 2 ഇഞ്ച് എടുത്താൽ മതി. വെട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കഴുത്ത് അകലം വേണമെന്ന് തോന്നുമെങ്കിൽ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം ഇത് നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യണത് കഴുത്തിൻ്റെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് 2ൽ നിർത്തുന്നത്. കൊടുത്തടിച്ച് 2 വശവും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ അകലം വരും. പക്ഷെ അതിലും കൂടുതൽ വേണമെന്നുള്ളവർക്ക് പിന്നീട് നിങ്ങൾക്ക് കഴുത്ത് തയ്ക്കുന്നത് ലാസ്റ്റാണ്. ആ സമയത്ത് കഴുത്തൊക്കെ ഒന്ന് പിടിച്ചു നോക്കി ബാക്കും ഫ്രണ്ടും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും വിട്ടുണ്ടോ കുഴിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെട്ടാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത്രേ ചെയ്യാവൂ. കാരണം ഇത്രയും വൈഡിലും ഇത്രയും ലെങ്തിലും എടുക്കുമ്പോൾ കഴുത്ത് ഒരിക്കലും ലൂസാവാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ ഡോട്ട് മേളിലെ തയ്യൽ തുമ്പ് വിട്ടിട്ട് 11 ഇഞ്ച് ലെങ്തിൽ നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം 36 ഇഞ്ചൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ബ്രസ്റ്റൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ 2.5 ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കട്ടിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ പറഞ്ഞു, ആ 2.5 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് വര വരയ്ക്കണം. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ സൈഡിൽ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മതി എന്നുള്ള ഒരുപാട് കയറേണ്ടെന്നോ 1 ഇഞ്ച് മതി, അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ താഴെ നല്ല മുകളിലോട്ട് കണക്കാക്കാനുള്ള ഡോട്ട് പോയിന്റും ഡോട്ടും കണക്കാക്കിയാണ് നമ്മൾ എപ്പോഴും കട്ടിങ് വെട്ടുന്നത് കേട്ടോ. എന്നിട്ട് അതാ ഇതുപോലെ ചരിച്ച് വള്ളം പോലെയാണ് നമ്മൾ കട്ടിങ് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. കാരണം നമ്മളവിടെ ഡാട്ടൊക്കെ ഇടുമ്പോൾ ഇതിന് കുറവ് വരും. നമുക്കത് രണ്ടായിട്ട് ബാക്കും ഫ്രണ്ട് രണ്ടാക്കാം. കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ കട്ടിങ്ങിൻ്റെ രണ്ട് കട്ടിങ്ങും കൂടെ വെട്ടിയെടുക്കും. നല്ല കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് നല്ല കട്ടി തുണി എടുത്ത് വീണ്ടും ഒരു കട്ടിങ്ങും കൂടെയൊക്കെ വെട്ടിയെടുക്കാവുന്നതാണ്. അത്യാവശ്യത്തിന് കട്ടിക്ക് വെക്കുന്നതാണ് കട്ടിങ്ങിന് നല്ലത്. ഇല്ലെങ്കിൽ കട്ടിങ് കയറിപ്പോകും. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടൊക്കെ കട്ടിങ് ഇരിക്കണം. നമുക്ക് കട്ടിങ് തയ്ക്കാം. കട്ടിങ് തിരിഞ്ഞു പോകാതിരിക്കാൻ ഈ നെഞ്ചിൻ്റെ വശം ഇതുപോലെ നേരെ വെക്കുക. നമ്മൾ വേറൊരു തുണി എടുത്തിട്ടുണ്ട്, അത് ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെയായിട്ട് വെച്ച് തയ്ക്കണം. അങ്ങനെ തയ്ച്ചാൽ കട്ടിങ് തിരിഞ്ഞു പോകില്ല. നെഞ്ചിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ തയ്ച്ച് തുടങ്ങാനുള്ളത്, സൈഡ് ഭാഗത്തുനിന്നല്ല. അപ്പം നമ്മൾ നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തയ്ച്ചു തുടങ്ങുമ്പോൾ കറക്റ്റ് ആവും. 2 കട്ടിങ് അതുപോലെ നമുക്ക് തയ്ക്കാം. കട്ടിങ് തയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി, തിരിഞ്ഞൊന്നും പോവില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. അത്യാവശ്യം നല്ല കട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പീസും കൂടെയൊക്കെ വെച്ച് തയ്ക്കണം. അപ്പോൾ നല്ല കട്ടിക്ക് കട്ടിങ് കിട്ടും. കട്ടിങ് തയ്ച്ചെടുത്തിട്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് വെച്ച് നോക്കണം, ഒരേ ഹൈറ്റ്സിൽ തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടും ഒരു ഹൈറ്റ്സിലാക്കണം. ഇനി നമ്മളിത് ഡോട്ട് ഇടാൻ പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് വലിയ കപ്പും ചെറിയ കപ്പും ആക്കണമെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ തുല്യമായിട്ട് പിടിക്കണം. കണ്ടോ, തുല്യമായിട്ട് പിടിച്ചിട്ട്
താഴ്വശം ഇങ്ങനെയും മടക്കണം. മടക്കി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ കൊണ്ടുവന്ന് കൊള്ളിക്കണം. അതാണ് നോർമൽ. പിന്നെ ചിലർക്ക് അളവിൽ കുറഞ്ഞ ചെറിയ കപ്പായിരിക്കുമെങ്കിൽ ഇതിങ്ങനെ ബാക്കിലോട്ട് പിടിക്കണം. താഴ്ഭാഗം മാത്രം കണ്ടോ, താഴ്ഭാഗം മാത്രം ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങും. കണ്ടോ, അവിടെ താഴ്ഭാഗം മാത്രം ഇങ്ങനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ തയ്ക്കണം. പക്ഷേ അത് വളരെ അപൂർവം പേർക്കേ വരുള്ളൂ. കറക്റ്റ് നമ്മളിതാ ഇതുപോലെ പിടിച്ച് ആം ഹോളിൻ്റെ കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഇതാണ് നോർമൽ. ഇനി ഇച്ചിരി കൂടെ വലിയ കപ്പ് വേണമെന്നുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പിടിക്കാം. ഒരു അതായത് ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആ കഴുത്ത് ഒരു ഇച്ചിരി കൂടെ മേളിലോട്ട് കയറും. അപ്പോൾ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പിടിച്ചാൽ മതി, ഇത്തിരി കൂടെ വലിയ കപ്പ് വേണമെന്നുള്ളവർക്ക്. അതാണ് കപ്പ് വലുതും ചെറുതും ആക്കുന്ന ഇങ്ങനെ പിടിച്ച്. പക്ഷെ ഷോൾഡർ അതേ കണക്ക് തന്നെ നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് ഡോട്ട് പോയിന്റ് ചെയ്യാം. 11 ഇഞ്ചാണ് നമ്മൾ ഡോട്ട് അടയാളപ്പെടുത്തിയത്. 15 ഇഞ്ച് തന്നെ ഇവിടെ ഇടാം. പിന്നെ 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഡോട്ട് എടുക്കുന്നത്. 36 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വലിയ ബ്ലൗസ് തന്നെ, അതായത് 46 ഇഞ്ചിൻ്റെ അടുത്ത് നെഞ്ചളവ് വരും. ഒരു 40 ഇഞ്ച് ബ്രേസിയറിൻ്റെ നെഞ്ചളവാണ് വരുന്നത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ എടുക്കുന്നത്. ഒരു സ്കെയിലൊക്കെ ഇട്ട് വരച്ചെടുത്ത വളയില്ല, അതിനാണ് സ്കെയിലിട്ട് വരച്ചത്. അതുപോലെ ഈ ഫ്രണ്ട് തയ്ക്കുമ്പോഴും തിരിയരുത്. ഒരു പാർട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കണം, അടുത്ത പാർട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മടക്കണം. അപ്പോൾ തിരിയുമില്ല. പലർക്കും അതും തയ്ച്ചു വരുമ്പം തിരിഞ്ഞു പോകുന്നതുണ്ട്. അതോ കണ്ടോ, നമ്മൾ ആ ആം ഹോളിൻ്റെ അവിടെ തന്നെ കഴുത്തിൻ്റെ തുമ്പ് എന്ന് കൊള്ളണം. അതാണ് കറക്റ്റ്. ചെറുതാവണവർക്ക് ബാക്കിലോട്ട് പിടിക്കാം, കുറച്ചും കൂടെ താഴോട്ട് വരും. പക്ഷെ ഷോൾഡർ കറക്റ്റ് നിൽക്കണം. നോർമൽ എന്നുള്ളത് നമ്മളെ മടക്ക് ഇതാ ഇങ്ങനെയാണ്, കറക്റ്റ് ആം ഹോളിൻ്റെ അവിടെ എത്തും. അത് കൈക്കുഴിയൊക്കെ 1 ഇഞ്ചൊക്കെ കറക്റ്റ് ചെയ്ത് വെട്ടുന്നവർക്കാണ് കേട്ടോ. ഇതാ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. പിന്നെ വിട്ട് 1.5 ഇഞ്ച്. വലിയ കപ്പൊക്കെ ആണെങ്കിൽ 1.25, മാക്സിമം 1.25, അതിൻ്റെ അപ്പുറം എടുക്കരുത്. അതായത് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യണം നല്ല വണ്ണം. അതായത് ആദ്യത്തെ സ്റ്റിച്ച് വളഞ്ഞൊക്കെ പോയെങ്കിൽ രണ്ടാമത് ഇടുമ്പോൾ കറക്റ്റ് ചെയ്ത് തന്നെ ഇടണം കേട്ടോ. ഇനി ആം ഹോളിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഡോട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. അത് നമുക്ക് താഴത്തെ ഡോട്ട് പോയിന്റ് അവിടെ നിന്ന് 2 ഇഞ്ച്, നോർമൽ എല്ലാവർക്കും 2 ഇഞ്ചാണ്. പിന്നെ ഒരുപാട് കപ്പൊക്കെ ഉള്ളവർക്ക് മാത്രമേ 2.5 ഇഞ്ചിൽ എടുക്കാവൂ. അല്ലാതെ ഉള്ള എല്ലാവർക്കും 2 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ചാനൽ കയറി നോക്കുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. പുതിയ തുണിയിൽ തയ്ക്കണമെന്നില്ല, പഴയ തുണിയിൽ തന്നെ എടുത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. ഇതൊരു പുതിയ മെത്തേഡാണ്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളൊരു പഴയ തുണിയിൽ തയ്ച്ച് നോക്കൂ. ഫ്രണ്ടിലെ ഡോട്ട് കണ്ടോ, 2 ഇഞ്ച് ഇങ്ങനെ തുല്യമായിട്ട് മടക്കണം കേട്ടോ. മടക്കി അവിടെ നിന്ന് 2 ഇഞ്ച് ലെങ്ത്തിൽ വേണം നമ്മൾ ഡോട്ട് ഇടാൻ. കഴിഞ്ഞു, ഡോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ താഴെ മടക്കിയ സ്ഥലത്ത് ഒരല്പം ഇങ്ങനെ ഏറ്റിറക്കൊണ്ട് അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. എന്നാലേ നമുക്ക് കട്ടിങ് വെച്ച് തയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കട്ടിങ് വെച്ച് തയ്ക്കണം. അപ്പോൾ ആ ഡോട്ടൊക്കെ പിടിച്ച് മാറ്റണം, ഡോട്ടിൽ തയ്യലും വീഴരുത്. നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഞാനിതിൻ്റെ അടിയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കും. ആർക്കെങ്കിലും ഇതുപോലെ തയ്ച്ച് തുണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബാക്കി ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. കൊറിയറിൽ തുണി അയച്ചു തന്നാൽ മതി. ഞാനിതുപോലെ തയ്ച്ച് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരാം. അതിൻ്റെ ചാർജൊക്കെ കൊടുത്താൽ മതി, കൊറിയർ ചാർജ്. ഇനി നമുക്ക് പട്ട വെച്ച് തയ്ക്കാം.
2-2.5 ഇഞ്ച് വീതിക്ക് പട്ട എടുക്കണം. തയ്ച്ച് വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് മതി. പിന്നെ ഈ ഡോട്ടൊക്കെ നമ്മൾ പരത്തി വെക്കണം കേട്ടോ, ഒരു സൈഡിലോട്ടാകരുത്. അത് നമ്മളെ കപ്പിനെ ബാധിക്കും അങ്ങനെ ആയാൽ. അതുകൊണ്ട് അത് പരത്തി 2 സൈഡിലേക്കുമായിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഈ കട്ടിങ്ങൊക്കെ 2 സൈഡിലെ കട്ടിങ് നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തയ്ച്ചവരൊക്കെ പറയുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടി, അതുമല്ല വളരെ എളുപ്പത്തിലും തയ്ക്കാൻ പറ്റുന്നുണ്ട്, സമയം പെട്ടെന്ന് ബ്ലൗസ് തയ്ച്ച് തീരുമെന്നും പറയുന്നു. അതാണ് ഈ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് സമയം വേണ്ട, പെട്ടെന്ന് തയ്ച്ച് തീരും. ഇത് നമ്മളിതാ ഹൂക്ക് ഐ വരിയുന്ന ഭാഗത്താണ്. അപ്പോൾ ഐ വരിയുന്നതും കറക്റ്റ് സ്ഥലത്ത് ഐ വരിയണം. ഇതാ താഴെ വന്ന് കട്ടിങ്ങിൻ്റെ നടുക്ക്, കട്ടിങ് തുടങ്ങുന്നിടത്ത്, ഡോട്ട് ഇടുന്നിടത്ത്, പിന്നെ മുകളിൽ. അത് നിങ്ങൾ പ്രത്യേകം നോക്കി തന്നെ ഇടണം. എവിടെങ്കിലും കൊണ്ട് നിങ്ങൾ ഐ വരിഞ്ഞ് കളയരുത്. ഐ വരിയുന്നത് ഒരു പ്രധാന കാര്യമാണ്. ഒന്ന് കട്ടിങ്ങിൻ്റെ നടുക്ക്, പിന്നെ കട്ടിങ് തുടങ്ങുന്നിടത്ത്, പിന്നെ ഡോട്ട് ഇട്ടേക്കുന്ന സ്ഥലത്ത്. അങ്ങനെയാണ് നമ്മൾ ഐ വരിഞ്ഞെടുക്കുന്നത്. പിന്നെ മുകളിൽ. ഇനി നമ്മൾ ഹൂക്ക് വയ്ക്കുന്ന സ്ഥലം അതും നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഹൂക്ക് വയ്ക്കുന്നത് ബോഡിയിലേക്ക് മടക്കി അടിക്കും. പക്ഷെ നമ്മളിതാ ഇതുപോലെ ആ തയ്യലിലേക്ക് തന്നെ നമ്മൾ ഐ വരിയാൻ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ നമ്മൾ ഹൂക്ക് വരിയാനും വെക്കണം. ഇല്ലെങ്കിൽ കഴുത്ത് ഒരു വശം വളഞ്ഞിരിക്കും, കപ്പ് ഒരു വശം ചെറുതായി പോവും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ കട്ടിങ് രണ്ടും തയ്ച്ച് തീർന്നു. ഇനി നമുക്ക് ബാക്ക് തയ്ക്കാം. ബാക്ക് നമ്മളിതാ ഇങ്ങനെ മടക്കി ഡോട്ട് ഇടുന്നതാണ്. ഡോട്ട് വേണ്ടാത്തവർക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന് ചരിച്ച് സൈഡ് വെട്ടാൻ. ഡോട്ട് വേണമെന്നുള്ളവർക്ക് ഇതിപ്പോൾ ഒരു 5 ഇഞ്ച് ഹൈറ്റ്സിൽ ഞാൻ ഡോട്ട് ഇടുകയാണ്. സാധാരണ നമ്മൾ ക്രോസ് കട്ടിനൊക്കെ കാണിച്ചു തന്നത് കട്ടിങ്ങിൻ്റെ ഹൈറ്റ് തന്നെ. ഇതും അതുപോലെ തന്നെ കട്ടിങ്ങിൻ്റെ ഹൈറ്റ് തന്നെയാണ്. ഡോട്ട് വേണ്ടാന്നുള്ളവർക്ക് ചരിച്ച് സൈഡിൽ കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ്. ഇനി നമുക്ക് ബാക്കിൽ പട്ട വെച്ചടിക്കാം. എല്ലാവരും ബ്ലൗസിൻ്റെ ബാക്ക് പട്ട വെച്ച് അടിക്കണം, ഇല്ലെങ്കിൽ ബാക്ക് ഉരുണ്ട് മേലോട്ട് കയറും. പിന്നെ ഈ ഡോട്ടൊക്കെ ഇടുമ്പോഴാണ് ബാക്ക് കാണാൻ ഒരു ഭംഗി വരുന്നത് കേട്ടോ. പിന്നെ ഒരു സ്ട്രോങ്ങും വരും. അതുകൊണ്ട് നിങ്ങൾ ഡോട്ട് ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ കസ്റ്റമർക്ക് ചിലർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് തയ്ച്ചാൽ മതി. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. കഴുത്തിൻ്റെ ഭാഗം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു നോക്കി സ്ട്രെയിറ്റ് തന്നെ അടിക്കണം, ചരിച്ചൊന്നും അടിക്കരുത്. പലരും ചിലർ കഴുത്തിൻ്റെ അങ്ങോട്ട് ചരിക്കലുണ്ട്, സൈഡിലോട്ട് ചരിക്കലുണ്ട്. നമ്മളെ ഈ തയ്യലിന് ചരിയലില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ അടിക്കണം കേട്ടോ. കാരണം നമ്മളെ കൈക്കുഴിയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താണ് അടിക്കുന്നത്, എന്നാലേ നമുക്ക് കഴുത്തെല്ലാം കറക്റ്റായിട്ടിരിക്കൂ. അതുകൊണ്ട് നമ്മളതൊക്കെ കറക്റ്റ് ചെയ്ത് അടിക്കണം. എന്താ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അപ്പം സൈഡ് ജോയിൻ ചെയ്യണ പറഞ്ഞല്ലോ എങ്ങനെയാണെന്ന്. സൈഡ് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി, അതായത് 9 ഇഞ്ചിൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 10 ഇഞ്ചിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തും. ഫ്രണ്ട് രണ്ടും ബാക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി മധ്യഭാഗത്തുനിന്ന് സൈഡിലേക്ക് നമ്മൾ 2 വശത്തും അടയാളപ്പെടുത്തും. 2 വശത്തും അടയാളപ്പെടുത്തണം. നമുക്ക് ആദ്യം ജോയിൻ ചെയ്ത് വെക്കണം. ഇതിങ്ങനെ പിടിച്ച് നമ്മളിതാ ഇവിടെ നിന്ന് ചരിച്ച് ഇത്ര ഭാഗം ജോയിൻ ചെയ്യുക. ഇത്ര ഭാഗം ജോയിൻ ചെയ്യാവൂ. കാരണം നമുക്ക് കൈന്നിൻ്റെ താഴെ നമ്മൾ സ്ട്രെയിറ്റ് പിടിക്കണം. നമുക്ക് കൈ വെച്ച് തച്ചിട്ട് ഫുള്ള് ജോയിൻ ചെയ്യാവൂ. അപ്പോൾ ഈ സൈഡും ആംഹോളും ഒക്കെ കുറച്ചധികം വന്നിട്ടുണ്ടാവും. വന്നിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അതൊക്കെ അങ്ങനെ ഒഴിവാക്കിയാലേ ബ്ലൗസ് കറക്റ്റ് ആവുള്ളൂ.
പലർക്കും പേടിയാണ് അതങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ വണ്ണം കുറയൂലേ, കൈക്കുഴി പോകൂലേ എന്നൊക്കെ. അങ്ങനൊന്നും സംഭവിക്കൂല. തയ്ച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതാ നമുക്ക് ഈ വരുന്ന ബാക്ക് അധികം വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ കയറി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ പിടിച്ച് കഴുത്ത് കറക്റ്റ് ചെയ്തിട്ട് കൈക്കുഴിയിൽ അങ്ങോട്ട് ചിലപ്പം ബാക്ക് കൂടിയിരിക്കും, അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. ചിലപ്പം ബാക്കായിരിക്കും, ചിലപ്പം ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ പലരും വിചാരിക്കും ഷോൾഡർ കുറഞ്ഞു പോകില്ലേന്ന്. കുറയൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട. അതാ ഈ സൈഡിലും ഉണ്ട് അതുപോലെ. കാരണം നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ എടുക്കണോണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ചിലർ ബാക്കിന്ന് ഫ്രണ്ട് ഒരുപാട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ രണ്ടും ഒരേ അളവിൽ എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തൊക്കെ ഒഴിവാക്കേണ്ടി വരുന്നത്. ബാക്കൊക്കെ പൊങ്ങി നിൽക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കൈ വെച്ച് പിടിപ്പിക്കാം. കൈ നമ്മൾ ആദ്യമേ കുഴിച്ചാണ് വെട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഇനി കുഴിക്കൊന്നും വേണ്ട. കൈ വെച്ച് പിടിപ്പിക്കാം. ഇനി അടുത്ത എൻ്റെ ഒരു വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണണം. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ് ഞാൻ നാളെ ഇടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്ലൗസിൻ്റെ കഴുത്ത് വലുതായി പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് നിങ്ങൾ അതിനെ കറക്റ്റാക്കും, എന്തുകൊണ്ടാണ് അതങ്ങനെ വലുതായി പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു നല്ലൊരു വീഡിയോയാണ് ഞാൻ അടുത്തിടുന്നത്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ അത് കാണുക. നിങ്ങളൊക്കെ നല്ല തയ്യക്കാർ തന്നെയാണ്, പക്ഷെ എന്നാലും നിങ്ങൾ അതൊന്ന് കണ്ടിരിക്കുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരുന്നതെന്ന്. അതായത് നമ്മൾ ഇനി ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കൈ തെച്ച് തീർന്ന് ഫുള്ളായിട്ട് ഇനി ജോയിൻ ചെയ്യാണ്. അളക്കൊന്നും വേണ്ട. അവിടെ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തയ്യലഴിച്ച് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചതാണ്. അപ്പം നമ്മൾ കൈ അടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ചുളുക്കൊക്കെ വരും, നമ്മൾ അഴിച്ച് നേരെയാക്കണം. രണ്ട് സൈഡും അതുപോലെ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്യണം. അതിന് അളവൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ആ ജോയിൻ ചെയ്തതിൻ്റെ അടുത്തൂടെ താഴെ വരെ നമ്മൾ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം. ഒരിക്കലും അത് മിസ്സാക്കരുത്. നിങ്ങൾ എല്ലാവരും നല്ല തയ്യക്കാർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമുക്കിനി കൈവണ്ണം അളക്കാം. 7 ഇഞ്ച് കൈവണ്ണമാണ് വേണ്ടിയത്. അപ്പം നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി ആദ്യത്തെ തയ്യൽ. അതുപോലെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ചാണ് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ വണ്ണം അടിക്കുന്നത്. ആദ്യത്തെ വണ്ണം 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക. മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈക്കുഴി ഉൾപ്പെടെയാണ് മടക്കാനുള്ളത് കേട്ടോ. മടക്കുമ്പം കൈക്കുഴി ഉൾപ്പെടെ നിങ്ങൾ അതുപോലെ മടക്കണം. ഇല്ലെങ്കിൽ കൈക്കുഴി വലുതുമായി പോവും, ബോഡി ചെറുതുമായി പോവും. അതുകൊണ്ട് കൈക്കുഴി ഉൾപ്പെടെ മടക്കി വേണം ഇങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തയ്ക്കാനുള്ളത്. ആദ്യം നിങ്ങളിങ്ങനെ മടക്കി തന്നെ തയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ണം അളന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ തയ്യൽ നിങ്ങൾ വണ്ണമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തയ്ച്ചാൽ മതി. നിങ്ങൾ അളവെടുത്തതോ അല്ലെങ്കിൽ അളവ് ബ്ലൗസോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ള വണ്ണം, നെഞ്ച് വണ്ണമൊക്കെ അളന്ന് നോക്കി, അത് നെഞ്ച് വണ്ണം ഞാൻ പടി ഉൾപ്പെടെ ചേർത്താണ് അളക്കുന്നത്, അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പടി ഉൾപ്പെടെ തന്നെ നിങ്ങളും ചേർത്ത് അളക്കണം. രണ്ട് കൈയും ഇതുപോലെ പിടിച്ചു വെച്ച് കറക്റ്റ് ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്ത് പിടിച്ചു വെക്കണം കേട്ടോ. ഏഴ് ഇഞ്ചാണ് നമ്മളെ കൈയുടെ വണ്ണം. അതുപോലെ 1/2 ഇഞ്ച് ആദ്യത്തെ തയ്യൽ 1/2 ഇഞ്ച് മടക്കണം. കാരണം നമ്മൾ മൊത്തത്തിൽ ഇതിൽ ഒരേ സൈഡും ഒരേ ഇഞ്ചാണ് നമ്മൾ കൂട്ടി അയക്കണത്.
കണ്ടോ, മടക്കുമ്പം ആം ഹോൾ ഉൾപ്പെടെയാണ് മടക്കാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് നമ്മളെല്ലാവരും നല്ല തയ്യക്കാരാണെങ്കിൽ കൂടിയും ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയ ചില കാര്യങ്ങളുണ്ട്. ഇതിന്റെ വണ്ണം നമുക്ക് 36 ഇഞ്ചാണ് വേണ്ടിയത്. ഇപ്പം 38 ഇഞ്ചുണ്ട്. 38 37, ഒരു 1.5 ഇഞ്ചിന്റെ കൂടുതലുണ്ട്. ഇനി അടുത്ത് അടിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് അടിക്കും. നമ്മൾ കഴുത്ത് തയ്ക്കാനുള്ള തുണിയാണ് വെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് നെഞ്ചുവണ്ണം ഒന്ന് അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. ദാ 46 ഇഞ്ച് ഉണ്ട്. നമ്മൾ പിന്നെ നേരത്തെ വണ്ണം അടിച്ചപ്പോൾ സൈഡ് വണ്ണം 1.5 ഇഞ്ച് ഇനിയും കുറയ്ക്കാണ്ട്, അത് ഇനി കുറയ്ക്കണം. പക്ഷെ നെഞ്ച് വണ്ണം 46 ഇഞ്ചാണ് ഇതിന് വേണ്ടിയത്. ആ 46 ഇഞ്ച് ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്ക് സൈഡ് ഒന്ന് മാത്രം ഒരു 1/4 ഇഞ്ചിൻ്റെ അടുത്ത് കുറച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ആ നെഞ്ച് വണ്ണം കറക്റ്റ് ചെയ്ത് മേലോട്ട് അടിക്കുക. ഇനി അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് നോക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവണ്ണം കൂടുതലാണെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചത് എൻ്റെ അവിടെ നിന്ന് നേരെ മേളിലോട്ട് തന്നെ അടിച്ച് കറക്റ്റ് ചെയ്യണം കേട്ടോ. ചിലർക്ക് അത് കറക്റ്റ് ആയിരിക്കും, നമ്മൾ മടക്കി അടിക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. എങ്കിൽ ഈ 1/4 ഇഞ്ച് വെച്ച് നമ്മൾ മേലറ്റം വരെ നമ്മൾ നേരത്തെ മടക്കിയതുപോലെ കൈക്കുഴി ഉൾപ്പെടെ മടക്കണം. മടക്കിയിട്ട് വേണം കൈ അടിച്ച് തീർക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ കഴുത്ത് വയ്ക്കുകയാണ്. കഴുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം. കഴുത്ത് ഇറങ്ങിയിട്ടുണ്ടോ, ഇറക്കം കറക്റ്റാണോ, ഒരുപോലെ തന്നെയാണോ, കയറി ഇറങ്ങിയിരിക്കുന്നോ എന്നൊക്കെ നമ്മൾ കഴുത്ത് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. കാരണം ലാസ്റ്റാണ് നമ്മൾ കഴുത്ത് തയ്ക്കുന്നത്. അപ്പം നമ്മൾ അത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കഴുത്ത് ഇതുപോലെ ക്രോസിന് തുണിയെടുത്ത് ഇതുപോലെ തയ്ച്ച് നമ്മൾ തയ്ക്കാനുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും മറന്നു പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വെട്ടിയത് വൈഡ് കുറഞ്ഞു പോയെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വെട്ടാം, കുറച്ചും കൂടെ വൈഡാക്കി വെട്ടാം. അത് തയ്യൽ തുമ്പും കൂടെ ഉൾപ്പെടെ നോക്കിയിട്ട് വേണം നിങ്ങൾ വൈഡ് വെട്ടാനുള്ള. ഒരു 1/4 ഇഞ്ചേ വെട്ടാവൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഈ തയ്യൽ തുമ്പ് വരണ അത്ര നോക്കിയിട്ടേ വെട്ടാവൂ. ഞാൻ ഒന്നുകൂടെ നെഞ്ചുവണ്ണമൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം 45.5 ഉണ്ട്. അത് മതി, അതാണ് കറക്റ്റ്. നമ്മൾ കഴുത്തൊക്കെ തയ്ച്ചു. ഇനി അത് മടക്കി വെച്ച് ഹെമ്മിങ് ചെയ്താൽ മതി. അതാണ് ഈ ബ്ലൗസ് കേട്ടോ. ആ ബാക്കൊക്കെ കണ്ട നല്ല ടൈറ്റായി.